ആണ് ശ്രീ ബിന്ദു മഹാദേവ്. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗമാണ്. അപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തുന്ന അഭിപ്രായം ബി.ജെ.പിയുടെ അഭിപ്രായമായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് സർക്കാരിന് ഇത്തരം ഒരു സംഗമം നടത്തിക്കൂടാ? അല്ല, ഒരു മതേതര സർക്കാരിന്റെ പണിയല്ലല്ലോ ഈ ഭക്തസംഗമം നടത്തുക എന്നുള്ളത്. സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഹിന്ദു സമൂഹത്തിലെ ഭക്തസംഗമം നടത്തേണ്ടത് ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. എല്ലാ മതപരമായ കാര്യങ്ങളിലകത്തും ഈ സർക്കാർ ഇടപെടുന്നത് എന്തിനാ? പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തിനകത്ത് സർക്കാർ ഇടപെടുമ്പോൾ തന്നെ അറിയാം അതിനുള്ളിൽ കൃത്യമായിട്ടുള്ള ഉളി അജണ്ടയുണ്ട് എന്നുള്ള കാര്യം. അപ്പോ രാഹുൽ ഈശ്വർ വെള്ളപൂശിക്കൊണ്ട് ഈ സർക്കാരിനൊക്കെ വെള്ളപൂശിക്കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് കാലം മുമ്പുള്ള രാഹുൽ ഈശ്വറിനെ അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാര്യമൊക്കെയാണ് എന്റെ മനസ്സിനകത്ത് വരുന്നത്. ഇത്രമാത്രം അയ്യപ്പ ഭക്തരെയും ആ പവിത്രമായിട്ടുള്ള സങ്കേതത്തെയും ഇത്ര രീതിയിൽ കളങ്കപ്പെടുത്തിയ മറ്റൊരു സർക്കാർ ഇല്ല. ആ സർക്കാർ ഇപ്പോൾ അവിടെ വന്നിട്ട് ആഗോള ഭക്തസംഗമം നടത്തും എന്ന് പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ എന്താണെന്ന് കൃത്യമായി ബോധ്യമുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ. ഓൾറെഡി അവിടെ നടക്കുന്നത് തന്നെ ആഗോള ഭക്തസംഗമമാണല്ലോ. അപ്പൊ അയ്യപ്പൻ 41 ദിവസത്തെ മണ്ഡലകാലം ആയിക്കോട്ടെ, അവിടേക്കുള്ള എല്ലാ മാസത്തിലുള്ള അയ്യപ്പന്മാരുടെ വരവായിക്കോട്ടെ, അവിടെ വരുന്നത് ആഗോള തലത്തിലുള്ള മുഴുവൻ ഭക്തരുടെയും സംഗമം തന്നെയാണ് ശബരിമല കാലഘട്ടത്തിൽ മണ്ഡലകാലത്ത് നടക്കുന്നത്. അതിനകത്ത് ഒരു പ്രത്യേക സംഗമം നടത്തുമ്പോഴാണ് നമ്മളത് സംശയത്തിൽ ഇടപെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ ഇതിന്റെ മറവിൽ ശബരിമല അയ്യപ്പനോട് തന്റെ സമസ്ത അപരാധത്തിനും പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പിണറായി വിജയന്റെ ഒരു അവസരമായിട്ടായിരിക്കും അദ്ദേഹം ഇതിനെ കാണുന്നത്. അങ്ങനെയാണല്ലോ. ഇപ്പൊ പമ്പയിൽ സ്വാഭാവികമായിട്ട് ഈ സംഗമം നടത്തുന്ന സമയത്ത് എനിക്ക് അവിടെ നടക്കുന്ന അയ്യപ്പനെ ഒന്ന് കാണാം എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് വല്ല ആഗ്രഹം ഉണ്ടായിട്ടാണോ ഇപ്പോൾ ഒരു ഭക്തസംഗമം നടത്തുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതിനകത്ത് വലിയ സാമ്പത്തിക ക്രമക്കേടിനുള്ള ഒരു അവസരം ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ സർക്കാർ കാണുന്നത്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ 850 കോടി രൂപയുടെ വികസന പദ്ധതികൾ അവിടെ കൊണ്ടുവരുമെന്ന്. അവിടെ സർക്കാർ സമിതിയിൽ ഒരു വികസന പദ്ധതികളും കൊണ്ടുവരേണ്ടതില്ല. അവിടെ നോയമ്പ് നോക്കി വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവരുടെ അവകാശങ്ങൾ അവിടെ അന്തരീക്ഷത്തിൽ അവിടെ അവർക്ക് സമാധാനത്തോടു കൂടിയിട്ട് അവിടെ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണ് സർക്കാർ ഒരുക്കി കൊടുക്കേണ്ടത്. അതിന് പകരം ആഗോള ഭക്തസംഗമം നടത്തുന്നതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട എന്താണെന്ന് നമുക്ക് ബോധ്യമുണ്ടല്ലോ. ഒന്നില്ലെങ്കിൽ അവരുടെ ന്യൂനപക്ഷ പ്രീണനം തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. അവരെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടുള്ള ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ അയ്യപ്പ ഭക്തർക്കൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഇങ്ങനത്തെ സംഗമം നടക്കുന്നത്. അതൊക്കെ ഒരു ഗവൺമെന്റ്, ഒരു മതേതര സർക്കാരിന് ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു പോവുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് സർക്കാരിന് ഈ സംഗമം നടത്തിക്കൂടാ എന്നതാണ്. താങ്കൾ ഇപ്പോ അവിടെ ഭക്തജനങ്ങൾക്ക് സൗകര്യമില്ല തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ പറയുകയാണ്. ഞാൻ ചോദിച്ചത് മതനിരപേക്ഷ സർക്കാർ ആയതുകൊണ്ട് സർക്കാരിന് ഇത് നടത്തിക്കൂടാ എന്ന് ഉണ്ടോ? അങ്ങനെ ഒരു നിലപാട് ബി.ജെ.പി. സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്കത് മനസ്സിലാകുന്നില്ല. കാരണം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയാണ് അവിടെ പ്രധാന പങ്ക് വഹിച്ചത്. അങ്ങനെ ഒരു കേരളം മാത്രമല്ലല്ലോ, നമ്മുടെ രാജ്യവും മതനിരപേക്ഷമാണല്ലോ. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണല്ലോ അയോധ്യയിൽ പ്രതിഷ്ഠ നടത്താൻ പോയത്. അപ്പോ അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയുള്ള ആ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന താങ്കൾ പറയുന്നു ഇവിടെ സർക്കാരിന് ഒരു സംഗമം നടത്താൻ പറ്റില്ല എന്ന്. അതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല 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 അങ്ങ് അത് പറയുന്നതിനകത്ത് പ്രശ്നമുണ്ടല്ലോ. ഈ സർക്കാർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് മേഡം. അവിടെ ഭരിക്കുന്ന നരേന്ദ്രമോദി, വിശ്വാസിയായ നരേന്ദ്രമോദിക്ക് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ സമയത്ത് അതും വിശ്വാസിയാണ്, വിശ്വാസി സമൂഹത്തിനൊപ്പം കൂടെ നിൽക്കുന്ന ഒരാളാണ്. വിശ്വാസി സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയന് ഇത്തരത്തിലൊരു സംഗമം നടക്കുന്ന സമയത്ത് അതൊക്കെ ഞങ്ങളെ ഹിന്ദു സമൂഹത്തെ നന്നാക്കാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോ മോദിക്ക് എന്തുമാകും, പിണറായി വിജയൻ ഒന്നും പറ്റില്ല എന്നതാണോ? മോദിക്ക് എന്തും പറ്റും, പിണറായി വിജയൻ അതൊന്നും നടത്താൻ പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്നതാണോ നിങ്ങളുടെ ന്യായം? ശബരിമല മാത്രമല്ലല്ലോ. അല്ല, ശബരിമല മാത്രമല്ലല്ലോ. അല്ല, ഭരണഘടന എല്ലാവർക്കും ഒരുപോലെയാണ്. ഭരണഘടന എല്ലാവർക്കും ഒരുപോലെയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുന്നത് ഒരുപോലെയാണ്. അതിനുശേഷം പിണറായിക്ക് ഇത് പറ്റില്ല, മോദിക്ക് എന്തും പറ്റും എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ് ശ്രീ പിന്റു? അങ്ങനെയല്ല. അവിടെ ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിച്ച പിണറായി വിജയൻ? ഈ ശബരിമല തീർത്ഥാടന കാലഘട്ടത്ത് അവിടുത്തെ ഈ മന്ത്രിമാരൊക്കെ അതിന് മുമ്പിൽ നിന്നിട്ട് ഓച്ചാനിച്ചിട്ടുള്ള അവിടുത്തെ തീർത്ഥവും അല്ലെങ്കിൽ അവിടുത്തെ പ്രസാദം പോലും സ്വീകരിക്കാൻ തയ്യാറാക്കാത്തവര് ഇപ്പൊ ഭക്തസംഗമത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോ അവര് ഞങ്ങളോടുള്ള ഹൈന്ദവ സമൂഹത്തിനോടോ ഈ സംസ്കാരത്തിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. വേണ്ട, അങ്ങനെയല്ലല്ലോ. ശ്രീ പ്രിന്റു, ഇനിയായാലും അവിടെ വന്ന് അയ്യപ്പന്റെ മുന്നിൽ തൊഴുതു നിൽക്കുമോ എന്ന് എനിക്ക് അറിയില്ല മുഖ്യമന്ത്രി. പക്ഷേ മുഖ്യമന്ത്രി അതിലൊരു പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.
അങ്ങനെയുള്ളവർ കൂടി ഹിന്ദുമതത്തിലേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീകാര്യമായ നടപടികളിലേക്ക് വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? ഈ സർക്കാർ ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയവരല്ലേ, പ്രക്ഷോഭം നടത്തിയവരല്ലേ നിങ്ങൾ? ഈ സർക്കാർ വിശ്വാസികൾക്ക് സ്വീകാര്യമാകുന്ന അല്ലെങ്കിൽ ഹിന്ദുമതത്തിന് അനുകൂലമാകുന്ന ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ സ്വീകരിക്കുകയല്ലേ നിങ്ങൾ വേണ്ടത്? അതിനെ എന്തിനെ എതിർക്കണം? ഇത് ഹിന്ദു സമൂഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഭക്തസംഗമത്തിൽ വരുന്ന ആളുകൾ ആരായിരിക്കും? ഒരുപക്ഷെ ഈ നേരത്തെ അങ്ങ് അവിടെ ആചാരലംഘനം നടത്തിയത് രഹന ഫാത്തിമയെയും കനകദുർഗയെയും ബിന്ദു അമ്മിണിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ സംഘടക സമിതി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വലിയ നവോത്ഥാനം നടത്തിയെന്നുള്ള പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഭക്തസംഗമം നടത്തുന്നത്. അതിനുള്ള ഇടൻ അജണ്ട ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതാണോ ആ ഒരു സംശയമാണോ നിങ്ങൾക്ക് ഉള്ളത്? ആ ഒരു സംശയമാണോ ഇതിനെതിരെ നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? അങ്ങനെ ആയിരിക്കുമോ സർക്കാരിന്റെ സമീപനം എന്ന സംശയമാണോ? പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹത്തിനോടും ശബരിമലയോടുമുള്ള അവരുടെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ സത്യത്തില് ആട്ടിൻതോലണിഞ്ഞ ചെന്നായെ പോലെ ഹിന്ദു സമൂഹത്തിന് നവോത്ഥാനം നടത്തുകയും ഭക്തസംഗമം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ട് അദ്ദേഹം കാണേണ്ടതില്ല. അദ്ദേഹം ഒരു മതേതര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എപ്പോഴും മതേതരത്വം പറയുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തിന് നാളെ ക്രിസ്ത്യൻ പള്ളികളിലും സംഗമം നടത്തണ്ടേ, മുസ്ലിം പള്ളികളിലും സംഗമം നടത്തണ്ടേ? എന്താ അയ്യപ്പ ഭക്തന് മാത്രം സംഗമം? നാളെ ആളുകൾ ആവശ്യപ്പെട്ടില്ലേ ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തസംഗമം നടത്തണമെന്ന് പിണറായി വിജയൻ സർക്കാർ തയ്യാറാവോ? ചോറ്റാനിക്കരയിൽ തയ്യാറാവുമോ? ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ ഭക്തസംഗമത്തിൽ തയ്യാറാവോ? ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. രണ്ടാമത് ഇത് സാമ്പത്തികമായിട്ട് വലിയ അഴിമതിക്ക് വേണ്ടിയുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ശക്തിയുക്തമായിട്ട് പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ സാമ്പത്തിക അഴിമതിക്കുള്ള അവസരം ഒരുക്കലാണോ എന്ന് കൂടി പറയുന്നുണ്ട് പ്രിന്റു. അത് നേരത്തെ പ്രതികരിച്ച ഇതിനോടെതിരെ സംസാരിച്ച പലരും ആ ഒരു സംശയം കൂടി ചൂണ്ടിക്കാട്ടിയതാണ്. ഞാൻ പ്രിന്റുവിലേക്ക് വരാം.